ഞാൻ എൻ്റെ മുടിയുമായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. പലരും ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ വീണ്ടും മുടിയുടെ വീഡിയോ ഇടാതിരുന്നതിന് ഒരു കാരണമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുടിയിൽ ചെയ്ത് മുടി നശിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആരും അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ എപ്പോഴും കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് തേക്ക ഇത് തേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിടാൻ അറിയാം. പക്ഷേ ആരുടെയും മുടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നശിപ്പിക്കരുത് എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തത്. ഞാൻ എൻ്റെ തലയിൽ എന്തൊക്കെ ഒരു മാസത്തിൽ ചെയ്യുന്നു എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണാറുമുണ്ട്. പക്ഷേ പലർക്കും വീണ്ടും വീണ്ടും എൻ്റെ മുടിയിൽ ചെയ്യുന്നത് അത് ഇടണം, അല്ലെങ്കിൽ എൻ്റെ മുടിയുടെ വളർച്ച കാണണം എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ വീണ്ടും ചെയ്യുന്നതാണ്. എന്തായാലും ഒരു പുതുതായ ഒന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുതിയതായ ഒരു കാര്യം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി മുടിയിൽ തേക്കാൻ എനിക്ക് കഴിയും. പക്ഷേ നമ്മുടെ മുടി നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മൾ വളരെ സ്നേഹത്തോടെ, നമ്മൾ വളരെ ലളിതമായിട്ട് നമുക്ക് തലയിൽ ആവശ്യമുള്ളവ മാത്രം തേച്ച് ആവശ്യമുള്ളത് മാത്രം ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ മുടി വളരാൻ എളുപ്പം. ഇതിപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇച്ചിരി മൈലാഞ്ചി തേക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മൈലാഞ്ചി എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, 2 സ്പൂൺ മൈലാഞ്ചി പൊടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നന്നായി കുഴമ്പ് പരുവത്തിലാക്കി കുഴച്ചതിന് ശേഷം തലയിൽ നന്നായി മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. അത് മസാജ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്, എല്ലാവരുടെയും മുടി ഒരേ പോണക്കായിരിക്കത്തില്ല. ചിലരുടെ മുടിക്ക് നല്ല കട്ടിയുണ്ടാവും, ഒരു മയമില്ലാതെ കിടക്കുന്ന മുടിയായിരിക്കാം. പക്ഷേ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത്, നമ്മൾ എന്ത് ചെയ്താലും മുടി നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ ആ മുടി വളരെ സ്മൂത്തായി എപ്പോഴും കാണപ്പെടും. മാത്രവുമല്ല ആ മുടി ആരോഗ്യമുള്ളതും ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങൾ എന്ത് തേച്ചാലും, ഇപ്പം ഞാൻ പറയുന്നത് അല്ലാതെ കണ്ട് നിങ്ങൾ മറ്റൊന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും മുടി നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ മുടിയിൽ നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല മുടി നമ്മൾ ഒരു കാരണവശാലും ഒരു കൃത്രിമമായിട്ട് ഉണക്കുകയോ ആവശ്യമില്ലാതെ കയറ്റി മുടി മുറിച്ച് കളയോ ചെയ്യരുത്. മുടി വളരാൻ താല്പര്യമുള്ളവർ ഒരു മീഡിയം 2 മാസം കൂടുമ്പം അല്പം മുടി അറ്റം മാത്രം കണ്ടിച്ച് കളയുക. അതിനങ്ങേപ്പുറം മുടി മുറിച്ച് നശിപ്പിക്കരുത്. മുടി മുറിച്ച് നശിപ്പിച്ചാൽ മുടി അറച്ചു പോകും എന്നെൻ്റെ അമ്മച്ചി പറയാറുണ്ട്. അത് സത്യവുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയിൽ മസാജ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 3/4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കുളിച്ചത്. തല നന്നായി വെള്ളത്തിൽ കഴുകി, നമ്മൾ ഈ മൈലാഞ്ചി തേക്കുമ്പോൾ മാത്രം അല്പം ഷാമ്പു ഇടുക, അല്പം കണ്ടീഷണറും ഇടാൻ മറന്നു പോകരുത്. കാരണം ഇല്ലെങ്കിൽ മൈലാഞ്ചി ഇടുമ്പോൾ നമുക്ക് മുടി ഒരല്പം കട്ടിയാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അല്പം ഷാമ്പുവും കണ്ടീഷണറും ഇട്ട് കഴുകുക. മറ്റൊരു സമയത്തും നിങ്ങൾ ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിക്കരുത്. എന്തെങ്കിലും കാരണവശാൽ മുടിയിലും മറ്റൊന്ന് ഉപയോഗിക്കണം എന്ന് തോന്നിയാൽ അത് നല്ല താളി, നമ്മൾ ഇല പറിച്ച് മാത്രം, അല്ലാതെ പൊടികൾ കൊണ്ടല്ല, നല്ല ഇല, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ പറിച്ച് മാത്രം താളി തേച്ചാൽ മതി. അതിനങ്ങേപ്പുറം മുടിയിൽ ആവശ്യമില്ലാത്തൊന്നും തേക്കണ്ട. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം, എൻ്റെ മുടി ഞാൻ ഇങ്ങനെ ഒരു മാസത്തിൽ കൈകാര്യം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു തുള്ളി പോലും താരൻ എൻ്റെ തലയിൽ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. താരൻ ഒരിക്കൽ പോലും പിന്നീട് എനിക്ക് താരൻ ഉണ്ടായിട്ടില്ല. നേരത്തെ ഒരുപാട് താരൻ ഉണ്ടായിരുന്ന ആളാകട്ടോ. ഇപ്പോൾ താരൻ ഒട്ടും തന്നെ ഇല്ല. ആ ഒരു കാര്യത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം മുടി ഇങ്ങനെ വിടർത്തിയിട്ട് പരമാവധി നമ്മൾ നന്നായിട്ടും ഉണക്കിയെടുത്തിട്ട് മുടി കെട്ടി വെക്കുക. ആവശ്യമില്ലാത്ത ഒന്നും മുടിയിൽ ചെയ്യാതിരിക്കുക. മുടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരും, അതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും എന്നോട് മുടിയുടെ വീഡിയോ ഇടണം എന്ന് പറയുകയും എൻ്റെ മുടിയുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തീർച്ചയായും നിങ്ങളുടെ ഒരു സഹകരണത്തിന്, എന്നെ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ മുടിയും ഇനിയും വളരട്ടെ. ശ്രദ്ധിക്കുക, മറ്റൊന്നും ചെയ്യാതിരിക്കുക. മുടി നന്നായി വളരും എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.